ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട 5 അധ്യായങ്ങൾ, അതിനകത്തെ വിശേഷങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഹോസ്പിറ്റലിന് NABH സർട്ടിഫിക്കേഷൻ കിട്ടുക, നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷനിലേക്ക് എത്തുക എന്നത് വളരെ ശ്രമകരമാണെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള 5 ചാപ്റ്ററുകളിൽ കൂടെ നമ്മൾ കണ്ടത് മുഴുവനും സാധാരണഗതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് ശ്രദ്ധയോടുകൂടി ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് മാത്രമാണ് ആ വ്യത്യാസമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് മുതലുള്ള അടുത്ത 5 ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മുടെ ഓർഗനൈസേഷൻ സെൻട്രിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എലമെൻസുകളെ, അതെല്ലാം ഉൾക്കൊള്ളുന്ന സ്റ്റാൻഡേർഡുകളെ പരിചയപ്പെടൽ ആണ്. ചാപ്റ്റർ 6 മുതൽ ചാപ്റ്റർ 10 വരെ നമുക്ക് ഹോസ്പിറ്റലിനെ, ഓർഗനൈസേഷനെ എങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ സ്റ്റാൻഡേർഡ്സാണ്. എസ്പെഷ്യലി ചാപ്റ്റർ 6 എന്ന് പറഞ്ഞത് നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ആൾറെഡി നമ്മുടെ ഹോസ്പിറ്റലിന് പേഷ്യൻ്റ് സേഫ്റ്റി ഫോക്കസ് ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണെങ്കിൽ ക്വാളിറ്റി സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സേഫ്റ്റിയും ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് ചാപ്റ്റർ 6 നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചാപ്റ്റർ 6 പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ 7 സ്റ്റാൻഡേർഡുകളായിട്ടാണ് ഈ വിഷയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലെ 7 സ്റ്റാൻഡേർഡുകളിൽ കൂടെ ഏകദേശം 46 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ 8 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റാണ്. നമുക്ക് അത്രയും നിർബന്ധമായിട്ടും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ എടുക്കേണ്ട 8 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 28 കമ്മിറ്റ്മെൻറ്റും. മാറ്റിവെക്കാൻ പറ്റില്ല, 1-2 എണ്ണമൊക്കെയാണ് കമ്മിറ്റ്മെൻറ്റിൽ നമുക്ക് മൊത്തം ഒരു സ്റ്റാൻഡേർഡിൽ ഒന്ന് വേണമെങ്കിൽ ഒഴിവാക്കാനൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. എന്നാൽ അച്ചീവ്മെൻറ്റ് 7-ഉം 3 എക്സലൻസും ഉണ്ട്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഈ സർട്ടിഫിക്കേഷനെ, അക്രഡിറ്റേഷനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട 10ഓളം ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് 7 അച്ചീവ്മെൻറ്റും 3 എക്സലൻസുമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്, നമ്മുടെ ഓർഗനൈസേഷന്, നമ്മുടെ ക്ലിനിക്കിന്, നമ്മുടെ മെഡിക്കൽ കോളേജിന് NABH അക്രഡിറ്റേഷൻ കിട്ടുന്നതിനോ സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിനോ ഗ്രേപ്സ് IDMR ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എനിക്കൊന്ന് ഗ്രേപ്സ് IDMR ഉപയോഗിക്കുന്നവരാണ്. ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനുള്ള കാരണം നമ്മളിവിടെ പേഷ്യൻ്റ് സേഫ്റ്റിക്കും പേഷ്യൻ്റ് ക്വാളിറ്റിക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു പേഷ്യൻ്റ് സേഫ്റ്റി പ്രോഗ്രാം നടത്തണം ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ട്. ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നതിനും ആ പ്രോഗ്രാമിനെ മാനേജ് ചെയ്യുന്നതിനും അതിൻ്റെ മീറ്റിംഗ്സ് നടത്തുന്നതിനും ഒക്കെ ഗ്രേപ്സ് ആണ് ദ ഓൺലി വൺ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇൻ ഇന്ത്യ. ഇറ്റ്സ് പ്രൊവൈഡഡ് ഡിജിറ്റലി. സോ അത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഒരു സ്ട്രക്ചറൽ ആൻഡ് കണ്ടിന്യൂസ് മോണിറ്ററിങ് പ്രോഗ്രാമിൽ കൂടെ കടത്തിക്കൊണ്ട് പോയാലാണ് നമുക്ക് ആ ക്വാളിറ്റിയെ എപ്പോഴും നിലനിർത്താൻ പറ്റുക. ഒരിക്കൽ നമ്മൾ ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന സ്റ്റാൻഡേർഡുകളിൽ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് എങ്ങനെയാണ് നല്ലൊരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുക. അതിന് നമുക്കൊരു പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറൊക്കെ ഉണ്ടാവും നമ്മുടെ ഹോസ്പിറ്റലിൽ. പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസറുടെ ആ ഒരു നേതൃത്വത്തിൽ ഒരു പേഷ്യൻ്റ് സേഫ്റ്റി കമ്മിറ്റിയും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ MyHRM മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ കമ്മിറ്റികളെയൊക്കെ. അതിൽ കമ്പൽസറി കമ്മിറ്റിയായിട്ട് കിടക്കുന്ന ഒരെണ്ണമാണ് പേഷ്യൻ്റ് സേഫ്റ്റി കമ്മിറ്റി. അതിൽ പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസർ മാത്രമല്ല റെസ്പോൺസിബിൾ, അതൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജസ്, നമ്മൾ എപ്പോഴാണ് നമ്മുടെ സ്ഥാപനത്തിലൊരു ഇൻചാർജായിട്ട് ഒരാളിനെ ഡിസൈഡ് ചെയ്യുന്ന അയാൾ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഒക്കെ വളരെയധികം ഉത്സുകനാണ്, കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് തൽപരനാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മളൊരു ആളിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജായിട്ട് എടുക്കുക. അങ്ങനെയുള്ള ഇൻചാർജസ്, ലീഡേഴ്സ് എല്ലാം തന്നെ ഇതിൻ്റെ പാർട്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ഓർഗനൈസേഷന് കൃത്യമായിട്ട് ഒരു ഔട്ട്കം മോണിറ്ററിങ് സ്ട്രക്ചർ ഉണ്ടാവണം. നമ്മുടെ ഡേറ്റാസ് എടുത്ത് കീ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത്
അതിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് 32 സ്ട്രൈറ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ആൾറെഡി NABHുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. 18 എണ്ണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാനുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻചാർജിനെ അറിയാൻ കഴിയണം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്, അതിൻ്റെ ഡേറ്റ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്. അങ്ങനെ ക്യാപ്ചർ ചെയ്യപ്പെട്ട ഡേറ്റയെ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആർക്കിടെക്ചറൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് പ്രോഗ്രസ് ഇംപ്രൂവ്മെൻറ്റ് അതിന് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ പല ടൂൾസ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാഷണൽ ഇൻ്റർനാഷണൽ ടൂൾസ് വളരെ അധികം റിയലി നമുക്ക് ഈ പേഷ്യൻ്റ് സേഫ്റ്റിക്കും ക്വാളിറ്റിക്കും വേണ്ടിയിട്ട് ധാരാളം ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു ഡേഞ്ചറുണ്ട്. വളരെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു പത്തോളജിസ്റ്റോ മൈക്രോബയോളജിസ്റ്റോ ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം ഒരു സർജറി നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ആ സർജറി അനാവശ്യമായിരുന്നു എന്ന് കേട്ടിട്ട് ഒരു കേസ് ഫയൽ ചെയ്യപ്പെടാനുള്ള സാധ്യത വരെ അങ്ങനെ പലതും ഇന്നും നടക്കുന്നുണ്ട്. സോ അതൊക്കെ ഫ്യൂച്ചറിൽ നമ്മളെ ഫേസ് ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് പലപ്പോഴും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജസ് ഒക്കെ ഒരു പത്തോളജിസ്റ്റൊക്കെ ഒപ്പിടുന്ന ജോലി മാത്രമായി ഒതുങ്ങിപ്പോകാതിരിക്കാനായിട്ട് കൃത്യമായൊരു ക്ലിനിക്കൽ ഓഡിറ്റ് വേണം. നമ്മുടെ എസ്റ്റാബ്ലിഷ് സിസ്റ്റം അവിടെ ഉണ്ടാവണം. ക്ലിനിക്കൽ ഓഡിറ്റിങ്ങിന് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത്, അതോ വെറുതെ ഒരു സിഗ്നേച്ചറി അതോറിറ്റി ആയിട്ടാണോ നമ്മുടെ പത്തോളജിസ്റ്റ് അല്ലെങ്കിൽ മൈക്രോബയോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന്. സോ അത് നാളെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റിയെ, നമ്മുടെ ലാബിൻ്റെ ക്വാളിറ്റിയെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാളിറ്റിയെ സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള, സോഷ്യൽ മീഡിയാസിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു കാരണമായി മാറിയേക്കാം. സോ ഇന്ന് നമുക്കൊരു ഓരോ പുതിയ പേഷ്യൻ്റ് വരുന്നതിന് മുമ്പ് നല്ലൊരു ഭക്ഷണം ഏത് ഹോട്ടലിൽ കിട്ടുമെന്നവർ സെർച്ച് ചെയ്യുന്നത് പോലെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എവിടെ കിട്ടുമെന്നവർ സെർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് സപ്പോർട്ടഡ് ആയിട്ടായിരിക്കണം നടക്കേണ്ടത്. മാനേജ്മെൻറ്റിൻ്റെ വലിയൊരു ഇൻവോൾവ്മെൻറ്റ് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വേണം. അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് കളക്ഷൻസ് ഒരു കണ്ടിന്യൂഷൻ ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നടക്കുന്ന എല്ലാ ഹൈ റിസ്ക് ഏരിയാസിലെയും ഇൻസിഡൻസുകളെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള സംവിധാനം, ആ ഒരു എൻജിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന 46 ഒബ്ജക്റ്റീവ് എലമെൻ്റ് 7 സ്റ്റാൻഡേർഡ് നമ്മളെ ഒരു നല്ല ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലായിട്ട് എന്നെ വെച്ച് കിട്ടിയാൽ ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയും. പക്ഷേ അതിൽ കണ്ടിന്യൂസ് എഫക്റ്റാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ തന്നെ നമുക്ക് ഈ ഒരു 7 സ്റ്റാൻഡേർഡുകൾ മനസ്സിലാക്കാം. അതിൽ കൂടെ പേഷ്യൻ്റ് സേഫ്റ്റിയെ ഉറപ്പുവരുത്താനായിട്ട് ചാപ്റ്റർ 6 7 സ്റ്റാൻഡേർഡുകൾ നമ്മളെ സഹായിക്കും. പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് എന്ന ഈ ചാപ്റ്ററിന് അതിൻ്റെ ഓരോ സ്റ്റാൻഡേർഡും ആ സ്റ്റാൻഡേർഡിലെ ഒബ്ജക്റ്റീവ് എലമെൻറ്റും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടാം.